ചെയ്ത് നശിപ്പിച്ച് തൻ്റെ ശരീരത്തിൽ അതിന് ശിക്ഷ വിധിച്ച് ഉയർത്തെഴുന്നേറ്റ് മാനവരാശിയെ തന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി, ഒരു പുതിയ മാനവ രാജ്യം ആക്കി മാറ്റി, ഒരു പുതിയ മനുഷ്യത്വത്തെ ആരംഭിക്കാനാണ് വന്നിരിക്കുന്നത്. കേവലം ഒരു ഇസ്രായേലിൻ്റെ രാജാവാകാനോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു രാജാവാകാനോ എല്ലാവരെയും ഭരിക്കുന്ന രാജാവാകാനോ അല്ല വന്നിരിക്കുന്നത്. മനുഷ്യത്വത്തെ തന്നെ പുതുക്കിയിട്ട് ഒരു പുതിയ മനുഷ്യത്വമാക്കിയിട്ട് ദൈവത്തെ എല്ലാവരും വിളിക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കാനും എല്ലാവരും തമ്മിൽ സമാധാനത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കാനുമാണ് കർത്താവ് വന്നിരിക്കുന്നത്. അത് വളരെ ആഴമേറിയ കാര്യമാണ്. അത് ചെറിയ എന്തെങ്കിലും ഒരു തുക്കട ബിസിനസ്സിന് വേണ്ടിയോ ഇവിടെ വലിയൊരു പ്രസിഡൻറ്റിനെ മാറ്റാനോ അല്ലെങ്കിൽ ഒരു രാജാവിനെ മാറ്റാനോ അതൊക്കെ പ്രവാചകന്മാർ പലരും ചെയ്തിട്ടുണ്ട്. അതിനൊന്നും അല്ല കർത്താവ് വന്നിരിക്കുന്നത്. കർത്താവ് വന്നിരിക്കുന്നത് വളരെ ആഴമേറിയ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. മനുഷ്യത്വത്തെ സാത്താനാകുന്ന രാജാവിൻ്റെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ദൈവമാകുന്ന രാജാവിൻ്റെ പ്രകാശത്തിൻ്റെ രാജ്യത്തിൽ ജനിപ്പിച്ചിട്ട് പുതിയ സൃഷ്ടികളാക്കി ദൈവത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, ദൈവത്തിൻ്റെ സ്വഭാവം പ്രദർശിപ്പിക്കുന്ന വ്യക്തികളാക്കിയിട്ട് രൂപാന്തരപ്പെടുത്തി ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിൽ അവനോട് കൂടെ വാഴത്തക്ക രീതിയിൽ ആക്കി തീർക്കാനുമാണ് കർത്താവ് വന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ ഈ പരീശന്മാരുടെ വിചാരം എന്താണ്? ഇപ്പോൾ കർത്താവ് വന്നിരിക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദിയെ മാറ്റാൻ എന്ന് പറഞ്ഞ മാതിരി കൈസറിനെ മാറ്റാനാണ് എന്നാണ് അവരുടെ വിചാരം. അപ്പോൾ അവർ കർത്താവിനെ കൊടുക്കാൻ വേണ്ടി കർത്താവിനോട് പറയാണ്, ഈ കൈസർക്ക് നീയല്ല രാജാവ്, നീയല്ല യഥാർത്ഥ രാജാവ്. അപ്പോൾ നമ്മൾ കൈസർക്ക് ഇനിയും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് റിബേൽ ചെയ്യാൻ കൈസർക്കെതിരെ. കൈസറിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സ്റ്റേറ്റുകളും യഹൂദിയ അടക്കമുള്ളവർ ടാക്സ് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഇനി ടാക്സ് കൊടുക്കണ്ട എന്നാണ് അവർ പറയുന്നത്. കർത്താവിന് അവരുടെ ചോദ്യത്തിൻ്റെ ആഴവും അവരുടെ കപടഭക്തിയും ഇവർ ഇനി ഈ കൈസറിൻ്റെ ആളുകളെ ഉപയോഗിച്ച് കർത്താവിനെ കൊല്ലിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ളതും കൊല്ലിക്കുമെന്നുള്ളതും ഫുള്ളായിട്ട് മുഴുവനായിട്ട് മറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള വിഷമം എത്ര ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി. ആ കർത്താവ് ഇവരോട് പറയാണ്, നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ കൈസർക്ക്, അതെന്താണ്? കരം. ആ കരം എന്ന് പറയുന്നത് എന്താണ്? കൈയല്ല കേട്ടോ. കരം എന്ന് പറഞ്ഞാൽ ടാക്സ്. ആ ടാക്സ് കൊടുക്കുന്നത് എന്തിൻ്റെ രൂപത്തിലാണ്? പൈസ, രൂപ എന്ന് നമ്മൾ വിളിക്കുന്ന, അവർക്ക് ഡ്രാക്മ എന്നവർ വിളിക്കുന്ന പണം എന്ന രൂപത്തിലല്ലേ നിങ്ങൾ കരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നല്ല പ്രവൃത്തികൾ എന്നുള്ള രൂപത്തിലല്ലല്ലോ, സ്നേഹം എന്നുള്ള രൂപത്തിലല്ലല്ലോ. സ്നേഹത്തിന് വേണ്ടി മാത്രമേ നമ്മൾ മറ്റുള്ളവരോട് കടപ്പെടാൻ പാടുള്ളൂ എന്നാണ് പൗലോസ് പറഞ്ഞത്. ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാണ്ടൊക്കെ കൊടുത്തിട്ട് പോയാൽ മതി ഇവിടുന്ന്. പൈസ രൂപത്തിലാണെങ്കിലും പ്രോപ്പർട്ടി രൂപത്തിലാണെങ്കിലും ശുശ്രൂഷ എന്നുള്ള രൂപത്തിലാണെങ്കിലും സ്നേഹത്തിനല്ലാതെ വേറെ ഒരു കാര്യത്തിന് നമ്മൾ കടംപെടാൻ പാടില്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പൗലോസിലൂടെ. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ആരും അക്യൂസ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ജീവിക്കണമെന്നാണ് പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പിന്നീട് പറയാൻ പോകുന്നത്. പക്ഷേ ഇവിടെ കർത്താവ് പറയാണ്, കർത്താവ് ഓൾറെഡി കർത്താവിൻ്റെ കരവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ വേറെ സ്ഥലത്ത് കാണുന്നുണ്ട്. കർത്താവ് ടെമ്പിളുടെ ഓണറാണ്. വാസ്തവത്തിൽ ആ യഹൂദന്മാരുടെ ആലയത്തിലെ യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത് അതിൻ്റെ ദൈവമാണ്, അതിൻ്റെ രാജാവാണ്, അതാണ് കർത്താവ്. അവിടെ വരെ കർത്താവ് ടാക്സ് കൊടുക്കുന്നുണ്ട്. ദശാംശം മേടിക്കുന്ന പാസ്റ്റർ ദശാംശം കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഉണ്ട് ആ സംഭവം. തൻ്റെ ചർച്ചിലേക്ക് തന്നെ ഒരു പാസ്റ്റർ ദശാംശം കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ നിങ്ങളും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് കർത്താവ് ചെയ്തത്. കർത്താവ് അതിൻ്റെ ബോസ് ആയിരിക്കെ ടെമ്പിളുടെ ടാക്സ് കൊടുക്കാനായിട്ട് മടിച്ചില്ല. അത് തൻ്റേത് മാത്രമല്ല, തൻ്റെ ശിഷ്യനായ പത്രോസ് ഇപ്പോൾ ജോലിയില്ലാത്ത അവസ്ഥയിലാണ്. അവൻ്റെയും ടാക്സ് കർത്താവ് അവനെ കൊണ്ട് ജോലി എടുപ്പിച്ച് ഒരു മീനിൻ്റെ വായിൽ നിന്ന് വന്ന നാണയം കൊണ്ട് കൊടുപ്പിച്ചു. അവനിങ്ങനെ തോന്നാൻ പാടില്ലല്ലോ നമ്മളിങ്ങനെ ഭിക്ഷ അയച്ച് ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയാണ്. ആർക്കും കിടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അതൊരു അത്ഭുതമായിരുന്നു. പക്ഷേ ഇവിടെ കർത്താവിനോട് അവർ ചോദിക്കുകയാണ്, എടോ ടെമ്പിളിൻ്റെ ടാക്സ് വരെ കറക്റ്റായിട്ട് കൊടുക്കുന്ന ആളോടാണ് ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ യഹൂദന്മാർ, ഈ പരീശന്മാർ, ഇവരൊക്കെയാണ് ഈ ആലയത്തിൻ്റെ വലിയ അധികാരികൾ. അതിനു വേണ്ടിയൊക്കെ വാദിക്കുന്ന ആളുകൾ. ആലയത്തിൻ്റെ ആളുകളോട് ഈ പരീശന്മാർക്ക് വലിയ താല്പര്യമില്ല. കാരണം അവർ സദൂക്യരാണ്. സദൂക്യരെന്ന് പറഞ്ഞാൽ അവർ വാസ്തവമായിട്ടും പൂർണ്ണമായിട്ടും തൗറയെ അനുസരിക്കുന്നില്ല. പുനരുത്ഥാനം എന്ന് പറയുന്നത് അവസാനത്തെ പുനരുത്ഥാനത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. അവർ ഈ ഭൗതിക നിലവാരത്തിൽ മാത്രം വിശ്വസിക്കുന്നു. ഭൗതിക നിലവാരത്തിൽ
അവരുടെ തൗറയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ പ്രകാരം അതിൻ്റെ ശരിയ എന്നൊക്കെ നമ്മുടെ മുസ്ലിങ്ങൾ വിളിക്കുന്ന അങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ ഭരിക്കുന്നു. അവർ ദൈവം തിരഞ്ഞെടുക്കാത്ത താൻ മെഷിയ ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹേരോദേസ് എന്ന് പറയുന്ന ഹേരോദാവ് എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ രാജത്വത്തിൻ്റെ ക്ലെയിമിനെ അംഗീകരിക്കുന്നു. അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുന്ന സദൂക്യരുമായിട്ട് പരീശന്മാരൊക്കെ തെറ്റിയിരിക്കുകയാണ്. അവർക്ക് ഈ ടെമ്പിളുടെ അധികാരികളായിരിക്കുന്ന സദൂക്യരുമായിട്ട് നല്ല ചർച്ചയില്ല. അതുകൊണ്ടാണ് അവർ ഞങ്ങൾ വേർപെട്ടവരാണെന്ന് പറഞ്ഞൊരു പുതിയ സഖ്യം തന്നെ, ഒരു സംഘം തന്നെ അവരുടെ സിനഗോഗുകളുടെ ബേസിസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം വലിയ നമ്മുടെ കാത്തലിക് പള്ളി ഇതുമൊക്കെ കോംപ്രമൈസ് ചെയ്തു പോയി. അതുകൊണ്ട് നമ്മൾ ഇനി പെന്തിക്കോസ്തുകാരെല്ലാവരും കൂടെ നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു പള്ളികൾ ഉണ്ടാക്കിയിട്ട് കോംപ്രമൈസ് ഇല്ലാത്ത ദൈവത്തിന് വേണ്ടി മാത്രം വേർപെട്ടവരായിട്ട് നമ്മൾ ജീവിക്കാൻ പോവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനോട് ഉപമിക്കാം. അതേമാതിരി മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. കാലിഫേറ്റ് മുഴുവൻ കോംപ്രമൈസ് ആയിപ്പോയി. ഈ പറഞ്ഞ രാജാക്കന്മാരൊക്കെ നമ്മുടെ അമേരിക്കയോടും ഇവരോടും വെസ്റ്റിനോടും ഒക്കെ കോംപ്രമൈസ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ നമ്മുടെ കൊച്ചു കൊച്ചു പള്ളികൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഖുർആൻ അനുസരിക്കാൻ പോവുക, ബാക്കിയുള്ളവരെ പോലെയല്ല. അതാണ് പിന്നെ അവസാനം തീവ്രവാദമായി മാറുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സദൂക്യരെന്ന് പറയുന്ന വ്യക്തികൾ ശരിയായ രീതിയിലല്ല അവരുടെ ആലയം നടത്തുന്നത്. അതുകൊണ്ട് മെഷിയ വരുമ്പോൾ സദൂക്യരെ ആദ്യം എടുത്ത് മാറ്റും, അവരെ ആദ്യം തൂക്കി എറിയും, എന്നിട്ട് അവിടെ ആലയത്തെ അവൻ ശുദ്ധീകരിക്കും. അപ്പം യേശു ക്രിസ്തു അങ്ങനെയുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഈ സദൂക്യരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് യേശുവിന് ചില മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവൻ ശരിക്കും ദൈവത്തിൽ നിന്ന് വന്നവനാണെങ്കിൽ കൈസറിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി മുട്ടിച്ചാൽ അവൻ ജയിക്കൂ, ഇല്ലേ? സദൂക്യരോട് മാത്രമല്ലല്ലോ, ഹേരോദീസിനോട് മാത്രമല്ലല്ലോ, ദൈവത്തിൻ്റെ മെഷിയ ആണെങ്കിൽ, ദൈവം പോലുള്ള വ്യക്തിയാണെങ്കിൽ, ദൈവം അയച്ചവനാണെങ്കിൽ അവൻ ഇവരോട് എല്ലാവരോടും മുട്ടി ജയിക്കണം. ഹേരോദീസിനോട് മാത്രമല്ല, സദൂക്യരോട് മാത്രമല്ല, കൈസറിൻ്റെ പ്രതിനിധിയോട് മുട്ടിച്ചാലും അവൻ ജയിക്കണം. അപ്പോൾ ഇവർ പരീശന്മാർ നേരെ പോകുന്നത് കൈസറിൻ്റെ അടുക്കലേക്ക്. കൈസറുമായിട്ട് വേണം നമുക്ക് കർത്താവിനെ മുട്ടിക്കാൻ. അല്ലാതെ ഈ പറയുന്ന സദൂക്യരോടോ ഹെരോദീസിനോടോ ഒന്നും മുട്ടിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവരൊക്കെ ഇവരുടെ തന്നെ അധികാരികളാണ്, യഹൂദന്മാരുടെ ഇടയിലുള്ള അധികാരികളാണ്. യഹൂദന്മാരെ അന്യജാതികളുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കണമെന്നാണ് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത്. ആ പ്രവചനം ഏറ്റെടുത്തിട്ട് ആ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മുടെ പരീശന്മാർ. പുരോഹിതന്മാരെന്ന് പറയുന്ന സദൂക്യർ ഇവിടെയുള്ള രാജാക്കന്മാരായിരിക്കുന്ന റോമക്കാരോടും ഹെരോദേസിനോടും കോംപ്രമൈസ് ആയിപ്പോയി. അവർക്ക് ഈ റോമക്കാരെ മാറ്റണം എന്നില്ല. അവരുടെ അധികാരം അവിടെ നടന്നു പോയാൽ മതി, അവരുടെ ശുശ്രൂഷകൾ നടന്നു പോയാൽ മതി. അവർ കോംപ്രമൈസ്ഡാണ്. കോംപ്രമൈസ് ക്രിസ്ത്യൻസ് നമ്മൾ പറയില്ലേ, അവർ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ചില ക്രിസ്ത്യൻസ് ഇനി മോദിജിയായിട്ട് സഖ്യം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പറയും കോംപ്രമൈസ്ഡ് ആയിപ്പോയി. അവർ കോംപ്രമൈസ് ഒന്നുമല്ല, പക്ഷേ കർത്താവ് വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ പറ്റാത്ത പല ആളുകളും അങ്ങനെ പറയും. അപ്പോൾ ഈ പറയുന്ന സദൂക്യർ അവരുടെ ആ ആലയം കറക്റ്റായിട്ട് നടത്തിച്ചു കൊണ്ടുപോകണം, യഹൂദന്മാരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കണം എന്ന് വിചാരിച്ചിട്ട് അവർ റോമക്കാരുമായിട്ട് സഖ്യത്തിനും തയ്യാറായി. റോമക്കാർ അവരുടെ ഭരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ മെഷിയ വരുമ്പോൾ റോമക്കാരെയും മറ്റ് ജാതികളെയും ഒക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് ഇസ്രായേൽ മുഴുവനായിട്ട് സ്വതന്ത്രമാക്കണം. ഇസ്രായേലിൻ്റെ ഒരു രാജ്യം വരണം. ആ രാജ്യം ലോകത്തെ ഭരിക്കണം, കൈസറിനെ തോപ്പിക്കണം. അതിനുള്ള ശക്തി നമ്മുടെ യേശു ക്രിസ്തുവിനുണ്ടോ എന്ന് അളക്കാൻ വേണ്ടിയാണ് ഇവർ ചോദിക്കുന്നത്. കൈസർക്ക് നമ്മൾ കരം കൊടുക്കുന്നത് വിധം. ആ ഒരൊറ്റ ചെറിയ ലൈനിൽ എത്ര കാര്യങ്ങളുണ്ട്. കൈസറിനോടാണ് മുട്ടിക്കുന്നത്, ഹെരോദേസിനോടോ അവിടുത്തെ ആലയത്തിലെ പുരോഹിതന്മാരോടോ സദൂക്യരോടോ അധികാരികളോടോ അല്ല മുട്ടിക്കുന്നത്. നേരെ മുട്ടിക്കുന്നത് റോമിൻ്റെ അധികാരിയോടാണ്. കാരണം മെഷിയ വരുമ്പോൾ ഒരു വാഗ്ദത്തം, ഒരു പ്രവചനം എന്ന് പറയുന്നത് യഥാർത്ഥ മെഷിയാണ് അവനെങ്കിൽ അവൻ ഇസ്രായേലിനെ എല്ലാ അടിമത്തത്തിൽ നിന്നും വിടുവിക്കും, റോമക്കാരുടെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കും. റോമക്കാരെ പറ്റി അന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും ബാബിലോണിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കും. അവർ പിന്നീട് റോമക്കാരെയും ബാബിലോണെ പോലെയാണ് കാണാൻ തുടങ്ങിയത്. ബാബിലോൺ എന്ന് പറയുന്നത് റോമിൻ്റെ ഒരു കോഡ് നെയിമായിരുന്നു. അപ്പോൾ ഇസ്രായേലിനെ മറ്റ് ജാതികളുടെ വിഗ്രഹങ്ങളെ സേവിക്കുന്ന മറ്റ് ജാതികളുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നവനായിരിക്കും മെസ്സിയ എന്നുള്ളത് ഒരു പൊതുവേ ഉള്ള ഒരു ധാരണയാണ്. എല്ലാവർക്കും അറിയാം, ദൈവവചന പ്രകാരം. സദൂക്യർക്കും അറിയാം. പക്ഷേ അവർ ഇപ്പോൾ അന്യജാതിക്കാരുമായിട്ട് കോംപ്രമൈസിലാണ്. ചുങ്കക്കാരും പാപികളും ഉണ്ട്, അവർക്കും അറിയാം. പക്ഷെ അവരും ഇപ്പോൾ റോമക്കാരുമായിട്ട് കോംപ്രമൈസിലാണ്. അവർക്ക് വേണ്ടി ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുക.
ഞങ്ങളാണ് കറക്റ്റ്, ഞങ്ങളാണ് ശരി, ഞങ്ങളാണ് പരീശന്മാർ, ഞങ്ങൾ ഇവരിൽ നിന്നെല്ലാം വേർപെട്ടവരാണ്, അങ്ങനെ വേർപെട്ട് ഞങ്ങൾ നിൽക്കുന്നു, ഞങ്ങൾ സദൂക്യരുമല്ല ചുങ്കക്കാരുമല്ല, ഞങ്ങൾ കോംപ്രമൈസ്ഡ് അല്ല, ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാത്ത ആളുകളായതുകൊണ്ട് ഞങ്ങൾക്കിനി അറിയേണ്ടത് വാസ്തവത്തിൽ ഈ യേശുക്രിസ്തു മെസ്സിയാണെങ്കിൽ അവന് റോമക്കാരെ തോൽപ്പിക്കാനുള്ള ഫയർ പവർ ഉണ്ടോ എന്നാണ്. പക്ഷേ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളൊക്കെ കറക്റ്റാണ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കും, രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോൾ നന്മയുടെയും കരുണയുടെയും ഒക്കെ അടയാളങ്ങളാണ് ചെയ്യുന്നത്. ആരെയും കൊല്ലുകയും ഉപദ്രവിക്കുകയും ആരെയും എടുത്ത് മാറ്റുകയും ചെയ്യുന്ന അധികം അടയാളമൊന്നും കർത്താവ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർക്കിനി അറിയേണ്ടത് ഇത് ഈ പറഞ്ഞ ചെറിയ ആൾക്കാർ ഉയർപ്പിക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതും കൊണ്ടൊന്നും കൈസറിനെ നേരിടാൻ പറ്റൂല. മോശയെ ഫറവോനെ നേരിട്ടതുപോലെ അവർ ഈ കർത്താവിനെ മോശയെ പോലെയാണ് കാണുന്നത്. മോശ എങ്ങനെയാണോ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്നും അന്യജാതികളിൽ നിന്ന് വിടുവിച്ചത്, ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചത്, അതേമാതിരി ഒരു മശിയ വരും. മോശയെ പോലുള്ള പ്രവാചകനാണ് കർത്താവ്. അപ്പോൾ അതേമാതിരിയുള്ള ആളാണെങ്കിൽ ഇവന് കൈസറിനോട് മുട്ടി ജയിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇനി നമ്മൾ കൈസർക്ക് എന്ത് കൊടുക്കുന്നില്ല, ടാക്സ് കൊടുക്കുന്നില്ല. അപ്പോൾ കൈസർ നമുക്ക് എതിരാവും. കൈസർ വന്ന് നമ്മളോട് ഫൈറ്റ് ചെയ്യും. കൈസർ നമ്മളോട് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മളെ രക്ഷിക്കാനുള്ള കഴിവ് മിസ്റ്റർ മെഷിഹ ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കർത്താവ് അവരുടെ ഹൃദയം മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞു. കർത്താവ് വന്നിരിക്കുന്നത് കൈസറിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ പിടിക്കാനല്ല, പിശാചിൻ്റെ, ഈ കൈസറിൻ്റെയും പുറകിൽ വ്യാപരിക്കുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ദുഷ്ടതയുടെ ശക്തിയാകുന്ന പിശാചിൻ്റെയും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും മരണത്തിൻ്റെയും ദ്രവത്വത്തിൻ്റെയും, അതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ റോമിൻ്റെ അധികാരിയായിരിക്കുന്ന അവരുടെ ശതാധിപനും കുറച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കും. ആ വലിയ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. മരണത്തിൻ്റെ അടിമത്വം, മാനവരാശിയെ മുഴുവനും മരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ വന്നിരിക്കുന്ന കക്ഷിയോട്, അങ്ങനെ ഒരു മാനവരാശിയെ തന്നെ ഒരു പുതിയ മനുഷ്യത്വമാക്കാൻ വന്നിരിക്കുന്ന ഒരു കക്ഷിയോട് ചോദിക്കുകയാണ്, അല്ല നമ്മുടെ ഈ തുക്കട റോമൻ പ്രഭു ഉണ്ടല്ലോ, രാജാവ് കൈസർ, അവനെ തോപ്പിക്കുമല്ലോ നീ, അപ്പോൾ അവന് ഇനി നമ്മൾ കൊടുക്കണോ? അവന് കടല്ല, കരം കൊടുക്കണോ? അവന് അർഹിക്കപ്പെട്ട കരാണ്, അവനിപ്പോൾ അധികാരിയാണ്, അപ്പോൾ അവന് ടാക്സ് കൊടുക്കണം. ഇപ്പം നമ്മളിവിടെ ആണെങ്കിൽ നമ്മുടെ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ ഗവൺമെൻറ് ആയിരിക്കും. ആ ഗവൺമെൻറ്റിൻ്റെ നടത്തിപ്പിന് വേണ്ടി നമ്മളെല്ലാവരും എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ഏതായാലും പിണറായി ഇനി മാറാൻ പോലെ അപ്പം ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കണോ വേണ്ടിയോ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? പിണറായി മാറിയാലും അടുത്ത ഒരാൾ വരും ഇല്ലേ? ആ ആൾക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. അയാൾക്കല്ല നമ്മൾ കൊടുക്കുന്നത്, ഗവൺമെൻറ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് നമ്മളെ നാടിൻ്റെ കാര്യങ്ങളൊക്കെ നന്നാക്കാനും ഒക്കെ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ എന്ന് പറയുന്ന മാതിരി ഇവൻ ഇനി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരൂലാലോ, കാരണം ഇനി വരാൻ പോകുന്നത് നീയല്ലേ. അന്നത്തെ കാലത്ത് അടിമകൾ മാത്രമേ കരം കൊടുക്കേണ്ട കാര്യമുള്ളൂ, സിറ്റിസൺസ് കരം കൊടുക്കേണ്ട കാര്യമില്ല. ഇന്നാണ് സിറ്റിസൺസും കരം കൊടുക്കുന്നത്. അപ്പോൾ റോമിലെ അധികാരികളായിരിക്കുന്ന ആളുകൾ, റോമിലെ ആളുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം റോമക്കാർക്ക് പൗലോസ് അടക്കമുള്ള, പൗലോസ് റോമൻ പൗരനാണ്, ഓർക്കണം, അവർക്ക് കരം കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ടാക്സ് കൊടുക്കില്ല. ടാക്സ് കൊടുക്കേണ്ടത് അടിമയായ യഹൂദന്മാർ മാത്രമാണ്. അപ്പോൾ യഹൂദിയയിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അവരിൽ നിന്ന് ആ ടാക്സ് പിരിച്ചിട്ട് റോമിന് കൊടുക്കുന്ന പരിപാടിയാണ് ആര് ചെയ്യുന്നത്? ചുങ്കക്കാർ ചെയ്യുന്നത്. അപ്പോൾ റോമൻ പൗരന്മാരെ പോലെ നമ്മളാവുമല്ലോ. റോമൻ പൗരന്മാർക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ചില അറബ് ദേശങ്ങളിലൊന്നും അവരുടെ പൗരന്മാർക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് മാതിരി ഇവർ മിശിഹായുടെ രാജ്യം വരുമ്പോൾ, കർത്താവ് യേശു ക്രിസ്തു കൈസറിനെ തോപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു രാജ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ കർത്താവിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്? ഇവന് വലിയ ശക്തിയൊന്നുമില്ല. ഇവൻ്റെ കൂടെയുള്ള കുറേ മുക്കോന്മാരുണ്ട്, അവർക്കും വലിയ ശക്തിയൊന്നുമില്ല. ഈ റോമിൻ്റെ അധികാരി പീലാത്തോസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർ തൊപ്പിയിടും, ഇവർ തോക്കും. അവർ വന്നിട്ട് ഇവരോട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കംപ്ലീറ്റ് ആയിട്ട് തീരും എന്നതാണ് ഇവരുടെ യാഥാർത്ഥ്യം. അപ്പോൾ ആ കപടഭക്തിയുള്ള യാഥാർത്ഥ്യം അകത്ത് ഒളിപ്പിച്ചിട്ട് ഇവർ ഒലിപ്പിക്കുകയാണ് കർത്താവിനെ. നീ നല്ല ഗുരുവാണ്, നല്ല ഗുരു, നമ്മൾ കരം കൊടുക്കണോ? ഇനി നമ്മളെ ഗവൺമെൻറ്റല്ലേ വരാൻ പോകുന്നത്, നമ്മളെന്തിനാണ് കരം കൊടുക്കുന്നത്? കർത്താവ് അവരോട് പറഞ്ഞു ഒരു നാണയം കാണിക്കാൻ. അതാണ് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ, ആ നാണയം എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഭരിക്കുന്ന ആരാണോ അവരുടെ നാണയമായിരിക്കും. ഇന്ന് ഭാരതമാണ് ഇവിടെ ഭരിക്കുന്നത്, ബ്രിട്ടീഷ് അല്ല.
ഇപ്പോൾ ബ്രിട്ടീഷിൻ്റെ നാണയമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഉള്ളത് പൗണ്ടല്ല, റുപ്പിയാണ്. ബ്രിട്ടീഷിൻ്റെ നാണയമല്ല ഇവിടെ ഓടുന്നത്. ഇവിടെ ഭാരതത്തിൻ്റെ റുപ്പിയ എന്ന് പറയുന്ന നാണയമാണ് ഇവിടെ ഓടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി അവരുടെ ഇടയിൽ അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന നാണയം എന്ന് പറയുന്നത് അവിടെ യഹൂദന്മാരുടെ രാജാവിൻ്റെ നാണയമല്ല. പിന്നെ ആരുടെ നാണയം ഓടുന്നത്? അവരുടെ പള്ളിയിൽ അവർ ഉപയോഗിക്കുന്ന ചില നാണയങ്ങളുണ്ട്, ആ നാണയങ്ങളും അല്ല അവിടെ ഓടുന്നത്. അവിടെ ഓടുന്നത് റോമൻ രാജാവിൻ്റെ പതിപ്പുള്ള, അവൻ്റെ